ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 56. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 9 മുതൽ 9-ാമത്തെ അധ്യായം 19 വരെയുള്ള ജലപ്രളയ കഥ. അതിൻ്റെ ഒരു ആമുഖമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നൽകുന്നത്. അതിൻ്റെ ഒരു ആമുഖം 6-ാമത്തെ അധ്യായം 9 മുതൽ 9-ാമത്തെ അധ്യായം 19 വരെയുള്ള ആ ജലപ്രളയ കഥ, അതിൻ്റെ ഒരു ആമുഖം. വിശദമായ കാര്യങ്ങൾ, അതിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനം, നമ്മൾ അതിൻ്റെ അനാലിസിസ്, അപഗ്രഥനം കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകൾ നൽകാം. ഈ നോഹയുടെ കാലത്തെ മഹാപ്രളയം, പ്രളയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലാകും. പണ്ടൊക്കെ 99-ലെ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ലായിരുന്നു. ഇപ്പം ഈ 2018 നമ്മളൊരു പ്രളയം കണ്ടു, ശരിക്കും മഹാപ്രളയം കണ്ടു. അതിനെക്കുറിച്ച് ഒരു സിനിമയും ഇറങ്ങി. ആ ശരിക്കുള്ള പ്രളയത്തിൻ്റെ 10,000-ത്തിലൊരു അംശം പോലും ആ സിനിമയിലില്ല. എങ്കിലും ചെറിയൊരു നമുക്കൊരു രൂപം കിട്ടാനായിട്ട് അത് ഗുണകരമായി. അപ്പം ഈ പ്രളയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പം കുറച്ചുകൂടി എളുപ്പമുണ്ട്. പലയിടത്തും അത് എത്ര വരെ വെള്ളം പൊങ്ങി എന്നൊക്കെ നമ്മളെല്ലാം നമ്മുടെ ഓർമ്മയിലുള്ളതാണ് ഈ 2018-ലെ പ്രളയം. നോഹയുടെ കാലത്തെ മഹാപ്രളയം. ഈ 2018-ന് മുമ്പ് പ്രളയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, ഈ നോഹയുടെ കാലത്തെ ജലപ്രളയം പറഞ്ഞപ്പോൾ പോലും എന്തൊരു അതിശയോക്തിയാണ്, ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാകാം. ഇപ്പം ഏതായാലും അത്രയും വലിയ വിമർശനം ഉണ്ടാകില്ല ഈ മഹാപ്രളയ കഥ പറയുമ്പോൾ. കാരണം നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ തന്നെ ഏത് നിലയിൽ വരെ വെള്ളം എത്തിയെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ ദുബായിൽ ഈ പ്രളയം കാരണം ഫ്ലൈറ്റ് ക്യാൻസലായി. പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് വരാൻ പറ്റാതെ തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്ത് പിന്നെ താമസിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കൊച്ചിയിലേക്ക് വന്നത്. അങ്ങനെ ആ പ്രളയവുമായിട്ട് പിന്നെ പ്രളയം ബാധിച്ച് നമ്മൾ റിലീഫ് ക്യാമ്പുകളിൽ, ഞാൻ വന്നു കഴിഞ്ഞിട്ട് റിലീഫ് ക്യാമ്പുകളിലൊക്കെ പോയി. പിന്നെ ഒരു 19 വീട്ടുകാർക്ക് ഒരു മുറിയെങ്കിലും പണിയാനുള്ള പൈസയൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുത്തു. ആർക്കാ കൊടുത്തെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം ആ പ്രളയം ബാധിച്ച സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു, അവർക്ക് ഒന്നുമില്ലാത്തവർക്ക് കൊടുത്ത് പോരുന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. പിന്നെ ഒരു റിലീഫ് ക്യാമ്പുകളിലെല്ലാം നമ്മൾ ഭക്ഷണം കൊണ്ടു കൊടുത്തു. അപ്പം ഞാനൊരു പുണ്യം പറയല്ല, നേരിട്ട് അനുഭവം ഉണ്ടെന്ന് പറയാണ്. ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട് അനുഭവം നമ്മൾ എല്ലാവർക്കും ഉണ്ട്. അതിൽ പെട്ടവർക്കും പിന്നെ കുറേ പേര് മരിച്ചുപോയി, വണ്ടി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ അനുഭവത്തിനേക്കാൾ എത്രയോ തീവ്രമായ അനുഭവം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു പ്രളയം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. മെസൊപ്പൊട്ടാമിയയിലെ ജലപ്രളയ കഥ ഉണ്ടായിരുന്നു. ഒരു ഗിൽഗമേഷ്, അട്രഹാസിസ് ഇതിഹാസങ്ങളൊക്കെ ഈ ജലപ്രളയ കഥ പറയുന്നുണ്ട്. ബൈബിളിലെ മഹാപ്രളയ കഥയുമായിട്ട് അതിക്ക് ചില ബന്ധങ്ങളുണ്ട്. ഞാൻ ഗിൽഗമേഷ് എപ്പിക്കിനെ കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇസ്രായേലിൽ തന്നെ 2 പാരമ്പര്യം ഉണ്ടായിരുന്നു. യാഹ്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാരമ്പര്യം, എലോഹിസ്റ്റ് എന്ന് പറയുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു. യാഹ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ യാഹ്വ എന്ന് വിളിക്കുന്ന പാരമ്പര്യം. എലോഹിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ എലോഹിം എന്ന വാക്കുകൊണ്ട് ചിഹ്നപ്പെടുത്തുന്ന പാരമ്പര്യം. ആ 2 പാരമ്പര്യങ്ങളിലും ഈ ജലപ്രളയ കഥകളുണ്ടായിരുന്നു. രണ്ടും തമ്മിൽ ചെറിയ അന്തരങ്ങളൊക്കെ ഉണ്ട്. ഈ 2 പാരമ്പര്യങ്ങളും ഒരു പുരോഹിത എഡിറ്റർ എടുത്ത് അവ പരിശോധിച്ച് രണ്ടും എടുത്ത് അതിൽ കുറച്ച് രാഗി മിനുക്കിയും ഒക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്ന ബൈബിളിൽ കാണുന്ന ഈ ജലപ്രളയ കഥ എഴുതിയത്, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്തത്. മുൻപ് നിലനിന്ന കഥ അത് കുറച്ചുകൂടിയൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് പ്രസിദ്ധപ്പെടുത്തിയത്. അങ്ങനെ ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നാം ഈ ബൈബിളിലെ കഥയ്ക്ക്. എങ്കിലും പൊതുവെ നല്ല പൊരുത്തമുള്ള ഒരു ജലപ്രളയ കഥയാണ്. നല്ലൊരു ചട്ടക്കൂടും അതിന് കൊടുത്തിട്ടുണ്ട്. ആ ചട്ടക്കൂട് എന്ന് പറയുന്നത് പ്രളയം ഉണ്ടായ വിധം അല്ല, പ്രളയത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ദൈവശാസ്ത്രം, പാഠം, സന്ദേശം, വചന സന്ദേശം. ആ വചന സന്ദേശത്തിൻ്റെ വെളിച്ചത്തിലാണ് ചട്ടക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളൊരു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 2018-ലെ പ്രളയം അപ്പാടെ പകർത്തി വെച്ചിരിക്കില്ല സിനിമയിൽ. അങ്ങനെ പകർത്തി വയ്ക്കാൻ കഴിയത്തില്ല. അതിൻ്റെ ഒരു നഖചിത്രം, ചെറിയൊരു ഫീൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അയ്യോ ഇങ്ങനെയായിരുന്നോ 2018-ലെ ഈ സിനിമ പോലെയാണോ പ്രളയമായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊരു സന്ദേശം നൽകുകയാണ് അതിൻ്റെ ലക്ഷ്യം. ഇതുപോലെ തന്നെ അന്നുണ്ടായ മഹാപ്രളയം, ആ പ്രളയത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം എന്ത്, അതിൻ്റെ വെളിച്ചത്തിലാണ് ചട്ടക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഓരോ ദിവസവും ഇങ്ങനെ അളന്ന് പ്രളയം അളന്ന് അങ്ങനെയല്ല. ചട്ടക്കൂട് എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന സന്ദേശത്തിൻ്റെ വെളിച്ചത്തിലാണ്. മഹാപ്രളയം എന്ന് പറഞ്ഞാൽ അന്നുണ്ടായ, ചരിത്രത്തിലുണ്ടായ മഹാപ്രളയം. ആ ചട്ടക്കൂട്, ദൈവശാസ്ത്രപരമായ ചട്ടക്കൂട് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഏറ്റവും ചുരുങ്ങിയ തോതിൽ ഇങ്ങനെ പറയാം. അതിൻ്റെ 1-ാം ഘട്ടം എന്ന് പറയുന്നത് നോഹ പെട്ടകത്തിൽ കയറുന്നു. 2-ാം ഘട്ടം എന്ന് പറയുന്നത് വെള്ളം ഉയരാൻ തുടങ്ങുന്നു. 3, ദൈവം നോഹയെ ഓർക്കുന്നു.
4. അപ്പോൾ രണ്ടാമത്തെ എന്തായിരുന്നു? വെള്ളം ഉയരാൻ തുടങ്ങുന്നു. അതിന് നേർവിപരീതം ദൈവം നോഹയെ ഓർക്കുന്നു, വെള്ളം താഴാൻ തുടങ്ങുന്നു, വെള്ളം പിൻവാങ്ങാൻ തുടങ്ങുന്നു. പിന്നെ 1 എന്തായിരുന്നു? നോഹ പെട്ടകത്തിൽ കയറുകയല്ലേ. ഇപ്പോൾ അവസാനം നോഹ പെട്ടകത്തിൽ പുറത്ത് വരുന്നു. അപ്പോൾ 1ഉം 5ഉം ഒരുപോലെ ഇരിക്കും ഏകദേശം. നോഹ പെട്ടകത്തിൽ കയറുന്നു, നോഹ പെട്ടകത്തിൽ പുറത്ത് വരുന്നു. 2ഉം 4ഉം ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. വെള്ളം ഉയരാൻ തുടങ്ങുന്നു, വെള്ളം പിൻവാങ്ങാൻ തുടങ്ങുന്നു. ഈ കിയാസം എന്ന് തന്നെ പറയാം. കിയാസം, കീ എന്നൊരു അക്ഷരമുണ്ട്. നമ്മുടെ ഇംഗ്ലീഷിൽ എക്സ് പോലെ ഇരിക്കും ഗ്രീക്കിൽ. അതിൻ്റെ ആകൃതിയിലുള്ള ഒരു ചട്ടക്കൂട് എന്ന് തന്നെ പറയാം. ബൈബിൾ ഒരുപാട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ കിയാസ് എന്ന് പറയണേ. സി ഇല്ലേ, നമ്മൾ എക്സ് എന്നുള്ളതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഇരിക്കില്ലോ, ഇങ്ങനെ ഒരു വെട്ട് പോലെ ഇരിക്കില്ലോ. ആ ക്രമത്തിൽ അപ്പോൾ മുകളിലും താഴെയും ഏതാണ്ട് ഒരുപോലത്തെ, പിന്നെയുള്ളതും മുകളിലും അടിയിലുള്ളതും ഏകദേശം ഒരുപോലെ, നടുക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഇതിനാണ് കിയാസ് എന്ന് പറയണേ. അപ്പം നോഹ പെട്ടകത്തിൽ കയറുന്നു. അതിന് നേർ വിപരീതം, റിവേഴ്സ് പാരലലിസം ആണ് കിയാസത്തിന് മറ്റൊരു പേര്, വിപരീത സമാന്തരം. അപ്പോൾ നോഹ പെട്ടകത്തിൽ കയറുന്നു, വിപരീതമായിട്ട് നോഹ പെട്ടകത്തിൽ പുറത്തു വരുന്നു. വെള്ളം ഉയരാൻ പൊങ്ങുന്നു, വെള്ളം താഴാൻ തുടങ്ങുന്നു. നടുക്ക് ദൈവം നോഹയെ ഓർക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു ചട്ടക്കൂടാണ്. 10.5 മാസമാണ് മഹാപ്രളയം നീണ്ടു നിന്നത്. 10.5 മാസം, 40 ദിവസത്തേക്ക് വെള്ളം ഉയർന്നുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 7:4. 5 മാസത്തേക്ക് വെള്ളം നിലനിന്നു. ഉൽപ്പത്തി 7:24. പിന്നെ 5.5 മാസം കൊണ്ട് വെള്ളം കുറേശ്ശെ പിൻവാങ്ങാൻ തുടങ്ങി. ഉൽപ്പത്തി 8:3 മുതൽ 13 വരെ. എങ്കിലും 1 വർഷത്തിലേറെ നോഹയും കൂട്ടരും പെട്ടകത്തിൽ കഴിയേണ്ടി വന്നു. ഈ വെള്ളം താന്നാലും പിന്നെ ഭൂമിയൊക്കെ ഒന്ന് ഉറച്ച് മണ്ണൊക്കെ ഒന്ന് ശരിപ്പെടുത്തി വരാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഈ ചട്ടക്കൂടിൻ്റെ ഈ ചട്ടക്കൂടിലൂടെ മുന്നിട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ദൈവശാസ്ത്രം എന്താണ്? ഈ ജലപ്രളയത്തിൻ്റെ ദൈവശാസ്ത്രം. 1, മനുഷ്യൻ്റെ അക്രമത്തിൻ്റെ രക്തക്കറകൾ കഴുകിക്കളഞ്ഞ് ലോകത്തെ പുതിയ സൃഷ്ടിയാക്കുകയാണ് ജലപ്രളയത്തിലൂടെ ദൈവം ചെയ്യുന്നത്. മനുഷ്യൻ്റെ അക്രമത്തിൻ്റെ രക്തക്കറകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. കായേൻ വയലിൽ വെച്ച് ഹാബേലിനെ കൊന്നു. പിന്നെ ലാമക്കിന്റെ പ്രതികാരം 77 ഇരട്ടിയായിരിക്കുമെന്ന് പറഞ്ഞ പ്രതികാരത്തിൻ്റെ കഥകൾ. പിന്നെ നമുക്കറിയാവുന്ന സംഗതിയാണ് ഈ ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും തമ്മിലുള്ള അവിഹിത ബന്ധത്തിലൂടെ രാക്ഷസന്മാരുടെ ജനനം, അതായത് തിന്മയുടെ അതിപ്രസരം. അപ്പം ഇങ്ങനെ ഒരുപാട് അക്രമത്തിൻ്റെ രക്തക്കറകളാണ്. അതെല്ലാം കഴുകിക്കളഞ്ഞ് ലോകത്തെ പുതിയ സൃഷ്ടിയാക്കുകയാണ് ജലപ്രളയത്തിലൂടെ ദൈവം ചെയ്യുന്നത്. അതാണ് 1ാമത്തെ ദൈവശാസ്ത്രം. അതുകൊണ്ട് തന്നെ സൃഷ്ടികഥയുമായി, ഈ പ്രപഞ്ച സൃഷ്ടിയുമായി മഹാപ്രളയ കഥയ്ക്ക് പല സമാന്തരങ്ങളുണ്ട്. അത് ഈ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മനുഷ്യ ചരിത്രത്തെ 2ആയി തിരിച്ച മഹാപ്രളയമായിരുന്നു നോഹയുടെ കാലത്തത്. ജലപ്രളയത്തിന് മുമ്പുള്ള ചരിത്രത്തെ ആദ്യ ചരിത്രം, പ്രോട്ടോ ഹിസ്റ്ററി എന്നാണ് പറയുക. ജലപ്രളയത്തിന് ശേഷമുള്ള ചരിത്രത്തെ ഫസ്റ്റ് ഹിസ്റ്ററി, ആദ്യ ചരിത്രം എന്ന് പറയും. പൂർവ്വചരിത്രം എന്ന് പറയും, പ്രീ ഹിസ്റ്ററി. പ്രോട്ടോ ഹിസ്റ്ററി, മഹാപ്രളയത്തിന് മുമ്പുള്ളത് പ്രോട്ടോ ഹിസ്റ്ററി, ആദ്യ ചരിത്രം. പ്രളയത്തിന് ശേഷമുള്ളത് പൂർവ്വചരിത്രം, പ്രീ ഹിസ്റ്ററി. അതായത് ചരിത്രത്തെ തന്നെ 2ആയി പിളർത്തി. ആദ്യ ചരിത്രം ഇല്ലേ, പ്രോട്ടോ ഹിസ്റ്ററി, അതിൻ്റെ തലവൻ ആരാണ്? ആദാം. പൂർവ്വചരിത്രത്തിൻ്റെ തലവൻ ആരാണ്? നോഹ. ആദ്യ ചരിത്രത്തിൽ 10 തലമുറകൾ, ഉൽപ്പത്തി 5, നമ്മളത് കണ്ടു കഴിഞ്ഞതാണ്. പൂർവ്വചരിത്രത്തിലും 10 തലമുറകളാണ്, ഉൽപ്പത്തി 10. ആദാമിന് പേരുള്ള മക്കൾ 3 ഈ ആദ്യ ചരിത്രത്തിന് തലവനായ ആദാമിന് പേരുള്ള മക്കൾ 3. കായൻ, ഹാബേൽ, സേത്ത്. പേരിലത്തെ അതിനായ മക്കൾ വേറെ. ഈ പൂർവ്വചരിത്രത്തിന്റെ പിതാവായ നോഹയ്ക്കും മക്കൾ 3: ഷേം, ഹാം, യാഫത്ത്. ഇതാണ് അപ്പോൾ ഈ സൃഷ്ടികഥയും, അതായത് ആദ്യ ചരിത്രവും പൂർവ്വചരിത്രവും തമ്മിൽ ഒരു സമാന്തരം ഈ ബൈബിള് എഴുതിയ അവർ സന്ദേശം നൽകാനായിട്ട് അത് വെച്ചിട്ടുണ്ട്. മഹാപ്രളയം എന്ന ചരിത്ര സംഗതിയുടെ ദൈവശാസ്ത്രം എഴുതിയപ്പോൾ. രണ്ടാമത്തെ ഈ സൃഷ്ടിഗാഥ അല്ലെങ്കിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണവുമായിട്ട് മഹാപ്രളയ കഥയ്ക്കുള്ള മറ്റൊരു സാമ്യം, ഭൂമിയെ അത്യഗാധമായ ആഴം വലയം ചെയ്യുന്നു. അതായത് അടിയിൽ നിന്നും മുകളിൽ നിന്നും ജലം പ്രവഹിക്കുന്നു. ഉൽപ്പത്തി 1:2 കാണാതെ ഉൽപ്പത്തി 7:11 കാണാം. അതായത് ആദാമിന്റെ കഥയിലും കാണാം, നോഹയുടെ കഥയിലും കാണാം. വെള്ളത്തിൽ നിന്ന് വരണ്ട കര പ്രത്യക്ഷപ്പെടുന്നു. അതായത് ആദാമിന്റെ കഥയിലും കാണാം, നോഹയുടെ കഥയിലും കാണാം. ഉൽപ്പത്തി 1:9, ഉൽപ്പത്തി 8:13.
4, നോഹയെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുന്നു, വർദ്ധിച്ച് പെരുകാൻ ആവശ്യപ്പെടുന്നു. ആദാമിനോട് പറഞ്ഞതുപോലെ തന്നെ, ആദ്യ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ പൂർവ്വചരിത്രത്തിലെ തലവനോടും പറയുന്നു. 5, മൃഗലോകത്തിന് മീതെ മനുഷ്യനുള്ള ആധിപത്യം ആവർത്തിക്കുന്നു. ആദാമിനോടും പറയുന്നു, നോഹയോടും പറയുന്നു. ഉൽപ്പത്തി 1:26, 9:2. ഓരോ മൃഗവും ദേവനോ ദേവിയോ അമ്മയോ അല്ല എന്നും അവയ്ക്ക് ആത്മാവില്ലെന്നും ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. മൃഗലോകത്തിന് മീതെ മനുഷ്യനുള്ള ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെ. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, പശുക്കളെ കൊല്ലാൻ പാടില്ല, പന്നിയെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ നടക്കുന്നുണ്ട്. അതായത് അവയ്ക്ക് ആത്മാവുള്ള പോലെയോ അവിശുദ്ധമായിട്ട് കണക്കാക്കിയിട്ടോ ദേവനും ദേവിയെന്ന് കണക്കാക്കിയിട്ടോ. അപ്പൊ ഇതൊക്കെ അന്നോട്ട് പഠിപ്പിച്ചിട്ടും ആളുകളുടെ തലയിലേക്ക് കയറിയിട്ടില്ല. പിന്നെ ആഹാര പദാർത്ഥങ്ങൾ നൽകപ്പെടുന്നു, ആദ്യ ചരിത്രത്തിലും പൂർവ്വചരിത്രത്തിലും. ഉൽപ്പത്തി 1:29, ഉൽപ്പത്തി 9:7. പിന്നെ ദിനങ്ങളും ഋതുക്കളും തുടരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം ആദാമിനും നൽകപ്പെടുന്നു, നോഹയ്ക്കും നൽകപ്പെടുന്നു. ഉൽപ്പത്തി 1:14, ഉൽപ്പത്തി 8:22. അപ്പോ ആദാമിന്റെ കഥയും നോഹയുടെ കഥയും തമ്മിൽ ഒരുപാട് സമാന്തരങ്ങളുണ്ട്. ആ സമാന്തരങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ ഇത്രയും അവതരിപ്പിച്ചത്. ചുരുക്കത്തില് ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു, അത് പാപത്തിന്റെ കറ പുരണ്ട് വൃത്തികേടാകുമ്പോൾ അതിനെ നവീകരിച്ച് പുതിയ സൃഷ്ടിയാക്കുന്നു. ഇതാണ് ഈ മഹാപ്രളയ കഥയിലൂടെ നൽകപ്പെടുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന്. പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിലൂടെ നൽകപ്പെടുന്ന രക്ഷാകര കൃപയുടെയും പാപക്കറകൾ കഴുകിക്കളഞ്ഞ ജ്ഞാനസ്നാനത്തിന്റെയും ഒരു പ്രാക് രൂപം, പ്രോട്ടോടൈപ്പ്, പൂർവ്വരൂപമായിട്ടാണ് പുതിയ നിയമം ജലപ്രളയത്തെ വീക്ഷിക്കുന്നത്. 1 പത്രോസ് 3:20-21, കത്തോലിക്ക സഭയുടെ മതബോധനം 701, 1219 ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. വിശുദ്ധ സിപ്രിയാൻ ലേഖനങ്ങൾ എന്ന രചനയിൽ പറയുന്നത് ഏകസത്യസഭയുടെ പ്രതീകമാണ് നോഹയുടെ പെട്ടകം എന്നാണ്. ഏകസത്യസഭയുടെ ഒരു പ്രതീകമാണ് നോഹയുടെ പെട്ടകം. ഒരു ലാക്ഷണികമായിട്ട് വ്യാഖ്യാനിച്ചില്ല, അലിഗോറിക്കല്. വിശുദ്ധ ആഗസ്തീനോസ് ഫൗസ്തൂസിനെതിരെ എന്നുള്ള രചനയിൽ 12, 14 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നത് വെള്ളത്തിലൂടെയും മരത്തിലൂടെയുമാണ് നോഹയുടെ കുടുംബം രക്ഷപ്പെട്ടത്. വെള്ളത്തിലൂടെയും പെട്ടകം എന്ന മരത്തിലൂടെയും. കുരിശാകുന്ന മരത്തിൽ യേശു അനുഭവിച്ച സഹനത്തിന്റെ പ്രതീകമായ മാമോദീസയുടെ ജലത്തിലൂടെയാണ് യേശുവിന്റെ യുഗാന്ത കുടുംബക്കാര് രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ ഈ പെട്ടകം മരമാണ്, യേശുവിന്റെ കുരിശ് മരമാണ്. ആ പെട്ടകം വെള്ളത്തിലൂടെ, അതുപോലെ യേശു അനുഭവിച്ച സഹനത്തിന്റെ പ്രതീകമായ മാമോദീസ ജലത്തിലൂടെയാണ് യേശുവിന്റെ യുഗാന്ത കുടുംബക്കാര് രക്ഷ പ്രാപിക്കുന്നത്. എല്ലായിനും ജീവജാലങ്ങളും പെട്ടകത്തിൽ കയറിയതുപോലെ നാനാജാതി മതസ്ഥരും സഭയിൽ പ്രവേശിക്കുന്നു രക്ഷ പ്രാപിക്കാനായിട്ട്. ഇത് വിശുദ്ധ ആഗസ്തീനോസിന്റെ വ്യാഖ്യാനമാണ് ഫൗസ്തൂസിനെതിരെ എന്നുള്ള ആ രചനയിൽ. മറ്റു ചില സന്ദേശങ്ങളും ഈ ജലപ്രളയ കഥ നൽകുന്നുണ്ട്. ഒന്ന്, മനുഷ്യന്റെ ദുഷ്ടത വർദ്ധമാനമായി കൊണ്ടിരിക്കുന്നു. എന്നാൽ ചില ശിക്ഷകളിലൂടെ അതിന് കടിഞ്ഞാണിടാൻ ദൈവം തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യരെങ്ങനെ ദുഷ്ടത പ്രവർത്തിക്കുന്നു, പക്ഷെ ദൈവം അതിനെങ്ങനെ കടിഞ്ഞാണിടാൻ ചില ശിക്ഷകളും ചില അച്ചടക്ക നടപടികളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സന്ദേശം ഈ മുമ്പ് പറഞ്ഞ സന്ദേശത്തിന് കൂടാണ്ടുള്ളത്. പിന്നെ 2, ദൈവം സ്നേഹം മാത്രമല്ല, അവൻ നീതിമാനാണ്, കാരുണ്യവാനുമാണ്. അപ്പോൾ ദൈവം സ്നേഹമാണ്, കാരുണ്യമാണ്, പക്ഷെ നീതിമാനുമാണ്. ദുഷ്ടരെ ശിക്ഷിക്കുന്നതോടൊപ്പം നീതിമാന്മാരെ രക്ഷിക്കാനും ദൈവം മനസ്സ് വയ്ക്കുന്നു. ദുഷ്ടരെ ശിക്ഷിക്കും, നീതിമാന്മാരെ രക്ഷിക്കും. അത് ദൈവത്തിന്റെ രീതിയാണ്. ക്രിസ്തു വന്നിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. രക്ഷ പ്രാപിക്കാനുള്ളവർക്ക് അത് ഇല്ലേ, കുരിശ് അല്ല, നാശത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ കുരിശ് എന്നും ഇടർച്ചയാണ്. രക്ഷ പ്രാപിക്കാനുള്ളവർക്ക് അതെന്നും ശക്തിയാണ്. ഇത് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ശിമിയോൻ ഈശോയെ കൈകളെടുത്ത് പറഞ്ഞു, ഇവൻ വളരെയേറെ പേരുടെ ഉയർച്ചയ്ക്കും കുറെ പേര് തകർച്ചയ്ക്കും കാരണമാകുന്നതാണ്. അപ്പൊ സ്നേഹമായിരിക്കുന്ന ദൈവത്തിന് എങ്ങനെ നരകം സൃഷ്ടിക്കാമെന്നുള്ളതിന് ചോദ്യമൊക്കെയാണിത്. അവൻ സ്നേഹം മാത്രമല്ല, കാരുണ്യം മാത്രമല്ല, അവൻ നീതിമാനും കൂടിയാണ്. ഇപ്പൊ നമ്മൾ കരുണയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തിട്ട്, ഈ അമേരിക്കയിൽ അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട ചാർലി കിർക്ക് പറയുന്നുണ്ട്, കരുണയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തിട്ട് നീതിയെ തീർത്തും അവഗണിക്കുകയാണ്. ഞാനും തന്നെ വിധിക്കുന്നില്ല എന്ന് കാരുണ്യം ചേർന്ന കർത്താവ് തൊട്ട അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നീ മേലിൽ പാപം ചെയ്യരുത്. ഇത് നമ്മുടെ ധ്യാനങ്ങളിൽ നിന്നും നമ്മുടെ രചനകളിൽ നിന്നും വാക്കിൽ നിന്നൊക്കെ വിട്ടുപോയിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നീ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്, കാരുണ്യമല്ല ദൈവം, സ്നേഹമല്ല ദൈവം എന്നെല്ലാം പറഞ്ഞ് നീതിയെ ഈ സ്നേഹത്തിൽ നിന്നും വേർപ്പെടുത്തുകയാണ്, നീതിയെ കാരണത്തിൽ നിന്ന് വേർപ്പെടുത്തുകയാണ്. അത് ദൈവത്തിന്റെ രീതിയല്ല.
നമ്മൾ കുമ്പസാരക്കൂട്ടിൽ കാരുണ്യം സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ വെച്ച് പ്രായശ്ചിത്തം നൽകും. ചില അച്ഛന്മാർ കൊടുക്കുന്ന പ്രായശ്ചിത്തം ഒട്ടും നീതിക്ക് ചേർന്നതല്ല. ഇപ്പം ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആളോട് 5 സ്വർഗസ്നായ ചൊല്ലാൻ പറഞ്ഞാൽ മതിയോ? ഒരു ജീവനെയാണ് കൊന്നു കളഞ്ഞിരിക്കുന്നത്. 5 സ്വർഗസ്നായ ചൊല്ലിയാൽ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ പ്രായശ്ചിത്തമാകുമോ? ഒരു അനാഥ കുഞ്ഞിനെ ദത്തെടുക്കാൻ പറയണം, അല്ലെങ്കിൽ അതിന് സ്പോൺസർ ചെയ്യാൻ പറയണം, ചുരുങ്ങിയ പക്ഷം. അതാണ് നീതിയാകുള്ളൂ. പക്ഷെ ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. ഇപ്പൊ ഈ കാരുണ്യം സ്നേഹമുള്ള 2 വാക്കുകൾ കൊണ്ട് അങ്ങ് മൊത്തം പൊതിഞ്ഞിരിക്കുക. വിശ്വാസവും വേണ്ട, മറ്റൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ ഇന്നലെ കരുണയുടെ ഞായർ എന്നെ വല്ലാതെ അതിശയിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഭാരതത്തില് ബൈബിളിൽ ഒരു സ്ലീഹ അത് ഏറ്റവും ഉന്നതമായ വിശ്വാസ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. യേശുവിന് നേരിട്ടുള്ള ഒരു അപ്പസ്തോലൻ ബൈബിളിൽ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം തിരുവചനത്തിലുള്ളത്, ദൈവത്തിന്റെ വചനത്തിലുള്ളത്. അതിനെ മറികടക്കാൻ മറികടക്കേണ്ട സംഗതിയാണോ ഒരു വിശുദ്ധയ്ക്കുണ്ടായ ദർശനം? അതൊരു പ്രൈവറ്റ് റെവലേഷൻ അല്ലേ? ബൈബിൾ പോലെ ഔദ്യോഗിക റെവലേഷൻ ആണോ? തിരുവചനമാണോ? ഒരു മാർപ്പാപ്പ അത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട്, പ്രത്യേകിച്ചും ഇന്ത്യയില് ഭാരതത്തിൽ തോമസ് ലീഗ വന്ന ഒരു സ്ഥലത്ത് ഈ കരുണയുടെ ഞായർ അല്ല, അത് വേറെ ദിവസം ആഘോഷിക്കണം. തോമസ് ലീഗയെയും തിരുവചനത്തെയും വിശ്വാസ പ്രഖ്യാപനത്തെയും മറികടക്കുന്ന തരത്തിൽ ഈ കരുണയുടെ ഞായർ ഇന്ത്യയിൽ ആഘോഷിക്കാൻ പാടുണ്ടോ? പാടില്ല. ലത്തീൻകാരും പാടില്ല, സീറോ മലബാറും പാടില്ല. കാരണം ബൈബിള്, ദൈവത്തിന്റെ വചനം, ബൈബിളിലെ തന്നെ ഏറ്റവും വലിയ വിശ്വാസ സത്യം, യേശുവിന് നേരിട്ടുള്ള അപ്പസ്തോലൻ. പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ് 4 ദിവസങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ. അത്രയും പ്രധാനപ്പെട്ട പുതുഞായർന്ന് വിളിക്കാൻ കൃത്യമായ ദൈവശാസ്ത്രമുണ്ടെന്ന് ബൈബിൾ ഉണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു. അതിനൊക്കെ മറികടക്കാൻ എത്ര വലിയ വിശുദ്ധിയാണെങ്കിലും ഒരു ദർശനത്തിന് കഴിയുമോ? വചനത്തെ മറികടക്കാൻ ദർശനത്തിന് കഴിയുമോ? ഔദ്യോഗിക വെളിപാടിനെ മറികടക്കാൻ ഒരു പ്രൈവറ്റ് വെളിപാടിന് കഴിയുമോ? അത് ഏത് മാർപ്പാപ്പ പ്രഖ്യാപിച്ചാലും. മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് ചില രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇന്ത്യക്ക് വേണ്ടിയല്ല. ഇന്ത്യയിൽ കരുണയുടെ ഞായർ വേറെ ദിവസം ആഘോഷിക്കണമായിരുന്നു. അത് മെത്രാന്മാരെല്ലാം കൂടി മാർപ്പാപ്പയ്ക്ക് ഒരു പരാതി കൊടുക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ CBCIക്കൊക്കെ പറയണം, ഇന്ത്യയിൽ ഇങ്ങനെ നടത്താനായിട്ട് CBCI തീരുമാനിക്കണം. ഇത് ഭാരതസഭയുടെ ഭാരതത്തിൽ ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പിന്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് കരുണയും സ്നേഹമൊക്കെ വേണം, അതൊന്നും വേണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ലേ. പക്ഷേ ജലപ്രളയത്തിലുള്ള കർത്താവ് നശിപ്പിക്കാൻ കർത്താവ് എന്തുമാത്രം വേദനിച്ചിട്ടായിരിക്കും കർത്താവ് ചെയ്തിട്ടുണ്ടാവുക? നമ്മളതേക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അവന്റെ ഹൃദയം ദുഃഖിച്ചു. നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ തല്ലുന്നത് ഇഷ്ടം കൊണ്ട വേദനിച്ചിട്ട് തന്നെയാണ്. പക്ഷെ തല്ലാണ്ട് നിവൃത്തിയില്ല. ഇപ്പൊ തല്ലാൻ അനുവാദമില്ല, എന്നാലും ശിക്ഷണം കൊടുക്കില്ലേ? മൂന്നാമത്തെ സന്ദേശം, ദൈവം പ്രപഞ്ചത്തെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നു. അതിനാൽ ഈ പ്രകൃതി ദുരന്തം എന്ന് നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ പ്രകൃതി ദുരന്തമല്ല, പ്രകൃതി പ്രതിഭാസമാണ്. അത് ശിക്ഷയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം, പക്ഷെ അതൊരു ശിക്ഷണമാണ്. ലോകത്തെ നശിപ്പിക്കാനല്ല, ശുദ്ധീകരിക്കാനാണ്. ഈ മഹാപ്രളയം പോലും അങ്ങനെയാണ്. ഈ പ്രളയത്തിന്റെ അവസാനം നമുക്ക് അറിഞ്ഞല്ലോ, നമ്മൾ കടലിലേക്ക് തള്ളിയ മാലിന്യം മുഴുവൻ കടൽ നമുക്ക് തിരിച്ചു തന്നു. അങ്ങനെ മാലിന്യം തള്ളരുത്, നദിയിലേക്കാണെങ്കിലും പുഴയിലേക്കാണെങ്കിലും ഈ മാലിന്യം തള്ളരുത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? അപ്പോ എന്നിട്ട് നമ്മൾ പാഠം പഠിക്കുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത പ്രളയോ അടുത്ത ദൈവത്തിന്റെ ശിക്ഷ വരുന്നവരെ കാത്തിരിക്കണം. ആ ശിക്ഷ എന്ന് പറയുന്നത് നശിപ്പിക്കാനല്ല, ശുദ്ധീകരിക്കാനാണ്. ദൈവം പ്രപഞ്ചത്തെയും പ്രകൃതിയെയും നമ്മെ സ്നേഹിക്കുന്ന പോലെ പ്രകൃതിയെയും സ്നേഹിക്കുന്നു. നമ്മൾ നിലനിൽക്കണമെങ്കിൽ പ്രകൃതിയും പ്രപഞ്ചം നിലനിൽക്കണം. അതുകൊണ്ട് ദൈവം നടത്തുന്ന ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ ശിക്ഷകളല്ല, മറിച്ച് അത് നശിപ്പിക്കാനുള്ളതല്ല, മറിച്ച് ശുദ്ധീകരിക്കാനുള്ളതാണ്. സ്നേഹത്തിന്റെ പ്രവൃത്തികളാണ്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നാം എങ്ങനെ എവിടെ വെച്ച് എപ്പോൾ മരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ദൈവം എവിടെയായിരുന്നു? പ്രളയം വന്നപ്പോൾ ദൈവം എവിടെയായിരുന്നു? മഹാമാരി വന്നപ്പോൾ ദൈവം എവിടെയായിരുന്നു ചോദിക്കുന്ന അർത്ഥമില്ല. കാരണം ദൈവമാണ് എങ്ങനെ എവിടെ വെച്ച് എപ്പോൾ ഏത് തരത്തിൽ മരിക്കണമെന്ന് ദൈവമാണ് നിശ്ചയിക്കണേ. എന്ന് വെച്ചാൽ ജീവന്റെയും മരണത്തിന്റെയും നാഥൻ അവനാ. അപ്പൊ ഈ മരണം എന്ന് പറയുന്നത് നമ്മുടെ അന്ത്യമായിട്ടല്ല ദൈവം കണക്കാക്കിയിരിക്കുന്നത്, മറിച്ച് രൂപാന്തരമായിട്ടാണ്, സ്ഥലമാറ്റമായിട്ടാണ്. അപ്പൊ ജീവൻ നൽകുന്നതും ജീവൻ എടുക്കുന്നതും ഒരേ ഒരു ദൈവമാണ്. പക്ഷെ അവൻ ജീവൻ എടുക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടിയല്ല, രൂപാന്തരം വരുത്താൻ വേണ്ടിയാണ്. അത് പ്രകൃതിയിലാണെങ്കിലും അങ്ങനെയാണ്, മനുഷ്യന്റെ കാര്യത്തിലായാലും. അതേസമയം മനുഷ്യനിർമ്മിതമായ പ്രളയങ്ങളുണ്ട്, മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളുണ്ട്. അവ ചെയ്യുന്നവരെ നാം തിരിച്ചറിയുകയും
അവരെ നമ്മളെ നയിക്കാനുള്ളവരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ വിവേകമുള്ള മനുഷ്യരുടെ ചുമതലയാണ്. എന്തുമാത്രം വലിയ സന്ദേശങ്ങളാണ് മഹാപ്രളയ കഥയിലെ ഒരു പൊതു സന്ദേശമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓരോ വാക്കിലും അപഗ്രഥനം നമുക്ക് പിന്നീട് കാണാം. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഈ പ്രളയത്തിന്റെ കഥ. നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനും സഭയെക്കുറിച്ച് ചിന്തിക്കാനും, നമ്മളേതെങ്കിലും സംഘടനയിലോ ഒക്കെ പ്രവർത്തിക്കുന്നെങ്കിൽ അവിടെയൊക്കെ ഇതേക്കുറിച്ച് ചിന്തിക്കാനും, ഇതിനനുസരിച്ചുള്ള ഈ സന്ദേശങ്ങൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സന്ദേശം തന്നെ ഒരുപാട് ഡെവലപ്പ് ചെയ്യാം, വികസിപ്പിക്കാം. അത് വികസിപ്പിച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെയും എൻ്റെയും ഓരോരുത്തരുടെയും കടമയാണ്. നമുക്കതിലേക്ക് കടക്കാനായിട്ട് ഈ മഹാപ്രളയ കഥ നമ്മെ പ്രേരിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.